വെടിപ്പുരയ്ക്ക് തീപിടിച്ചു, വിടന്മാർക്ക് പരിക്ക്, അമ്മയിൽ കൂട്ടരാജി. അവിടെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. മലയാള ചലച്ചിത്ര രംഗത്തെ ആഭാസക്കൂട്ടങ്ങളുടെ സംഘടനയായ അമ്മ പിരിച്ചുവിട്ട് നടത്തിപ്പുകാർ ഓടി രക്ഷപ്പെട്ടു. മലയാളത്തിലെ മഹാവടന്മാരുടെ വിക്കറ്റ് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് കൂട്ടരാജി പ്രഖ്യാപന നാടകം ഇന്ന് അരങ്ങേറിയത്. അമ്മയുടെ മാപ്പിളയായി കട്ടിലിൽ കയറി കിടന്ന ആദ്യ രാത്രിയിൽ തന്നെ സിദ്ദിഖ് കായ്ക്ക് തന്നെ ആദ്യ ഏറുകൊണ്ടു. സിദ്ദിഖായുടെ ലീലാവിലാസങ്ങൾ പ്രൈം ടൈം തള്ളലിൽ വർണ്ണിക്കുന്നത് കേട്ട് അത്താഴം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് വരെ ഓക്കാനം വന്നു. തള്ളയ്ക്ക് വിളി അസഹ്യമായതിനൊടുവിൽ അമ്മയുടെ മാപ്പിള സിദ്ദിഖ ഉമ്മേ എന്ന ചെറിയ കരച്ചിലോടെ ഗത്യന്തരമില്ലാതെ രാജി പ്രഖ്യാപിച്ചു. സിനിമാക്കാരനാണെന്ന് പറഞ്ഞ് സെറ്റിൽ പാത്രം കഴുകാൻ വന്നോളുമാരുടെ വരെ കഥകിൽ മുട്ടി വിളിച്ച് ചേർന്ന് കിടന്നാൽ നിന്നെ മഞ്ജുവാരിരാക്കാമെന്ന് പറഞ്ഞ എല്ലാ മോന്മാരുടെയും ഉറക്കം പോയിരിക്കുകയാണ്. ലവളുമാര് എൻ്റെ പേര് വിളിച്ചു പറയല്ലേ ഗുരുവായൂരപ്പ എന്ന നേർച്ച നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞു മലയാളത്തിലെ മഹാവിടന്മാർ. ലിക്കപ്പൻ ശ്രീഹരിക്കോട്ടയിൽ പോകാതെ മസ്കറ്റ് ഹോട്ടലിൽ ഇരുന്ന് റോക്കറ്റ് വിക്ഷേപിച്ചതുവരെ മാലോകരറിഞ്ഞ സ്ഥിതിക്ക് എല്ലാ വിടന്മാരുടെയും ലീലാവിലാസങ്ങൾ ഞാൻ വിളിച്ചു പറയുമെന്ന് സിദ്ദിഖ സംഘടനയുടെ പ്രസിഡന്റായ മഹാവിടനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്നാൽ എല്ലാവർക്കും കൂടെ കൂടും കൊടുക്കുകയും എടുത്ത് പുറത്തേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയും മഹാവിടൻ ഇന്നത് പ്രഖ്യാപിക്കുകയും ആയിരുന്നു. കൂട്ടരാജി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണെന്ന് മഹാവിടന്റെ ആ പത്രക്കുറിപ്പ് വായിച്ചാൽ ഏത് സജി ചെറിയാനും മനസ്സിലാകും. അത് ഇപ്രകാരമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി ചിരിക്കരുതെന്ന് 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കുവാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും എന്ന് പറഞ്ഞ പരോക്ഷമായി നിലവിലെ എല്ലാ വിടന്മാരും തുടരുമെന്ന്. അടുത്ത 2 മാസത്തിന് ശേഷം, അതായത് അടുത്ത വിവാദം വന്ന് ജനങ്ങൾ ഇതെല്ലാം മറന്നു കഴിയുമ്പോൾ ഇതേ വിടന്മാർ അഗ്നിശുദ്ധി വരുത്തി അമരത്തേക്ക് എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ട് തിരിച്ചു വരും. അത്ര തന്നെ. ഇപ്പോൾ ഈ നാടകത്തിന്റെ ഉദ്ദേശം മാധ്യമങ്ങളുടെ മുനകൂർത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ഒന്നുമില്ല. അടുത്ത നിമിഷം ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് രാജി പ്രഖ്യാപിച്ച് നാട് വിട്ടു വല്ല കമ്പിളിപ്പുതപ്പിനകത്ത് കയറിയാൽ തൽക്കാലം മുഖം രക്ഷിക്കാമെന്ന് കരുതുന്നു. ഇവന്മാരാണ് യഥാർത്ഥ നടന്മാർ, അല്ല യഥാർത്ഥ വിടന്മാർ. നേരിട്ട് പത്രസമ്മേളനം വിളിച്ചാൽ വലിച്ചു കീറുമെന്ന് ഭയന്ന് ഇന്ന് ചേർന്നത് ഓൺലൈൻ മാർഗയാണ്. മഹാവിടനടക്കമുള്ള സകല ആഭാസന്മാരും കൊലയോടെ രാജിവെച്ചാണ് സിദ്ദിഖ എന്ന മുഖ്യ ആഭാസന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കളഞ്ഞത്. കൂടെയുള്ള ആഭാസന്മാരുടെ വിക്കറ്റ് വീഴുന്നത് കണ്ട് മഹാവിടന് കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയുണ്ടായി ആശുപത്രിയിലാക്കി. ഈ സമയം കൊണ്ട് പണി കൊടുക്കുവാൻ സാധ്യതയുള്ളവരുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് അവർക്കെല്ലാം കാര്യമായി നൽകി സെറ്റിൽമെന്റ് ആക്കി. അതുപോലെ ഇനിയും വല്ലതും കിട്ടാനുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീൽ ഉണ്ടാക്കുവാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറും റെഡിയാക്കിയിട്ടായിരുന്നു മഹാവിടന്റെ നാടകീയമായ കൂട്ടരാജി പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. പ്രസിഡന്റ് മോഹൻലാലിന് പുറമെ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല, ജഗദീഷ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവിലെ കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമ്മൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടൊവിനോ തോമസ്, സരയു, അൻസിബ, ജോമോൾ എന്നിവരുമാണ് രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ഇതെല്ലാം കണ്ട് ഇനി ഇടവേളകളിൽ പോലും ഒരു പടം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇടവേള ബാബു തന്റെ പഴയ അലക്ക് കമ്പനിയുടെ പൊടിയൊക്കെ അടിച്ചു കളഞ്ഞ് അതിന്റെ ഉമ്മറത്തിരുന്ന് ഊറി ഊറി സിരിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള വിവാദത്തിൽ കമന്റ് ഓഫ് ദ ഡേ ആയി ഇന്ന് പറയാവുന്നത് കെ മുരളീധരന്റെ പ്രതികരണമാണ്. കഥകിൽ മുട്ടിയവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നതിനേക്കാൾ നല്ലത് കഥകിൽ മുട്ടാത്തവരുടെ പേര് പുറത്തുവിടുന്നതാണ്. അതാകുമ്പോൾ ഒറ്റ പേജിൽ നിൽക്കുമെന്ന്. ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ കെ മുരളീധരന്. ഇനി പ്രേക്ഷകരോടാണ്, ദയവായി ഇനി ഈ വിടന്മാരെ താരം എന്ന് അഭിസംബോധന ചെയ്യരുത്. അഭിനയ തൊഴിലാളി അത് മതി. വെച്ചുകെട്ടും മേച്ചുകെട്ടുമായി ഇവറ്റകൾ വരുമ്പോൾ ചക്കപ്പഴം കണ്ട് ഈച്ച പറന്നു വരുന്നത് പോലെ ഓടിപ്പോയി വായും പിളർന്ന് ദയവായി ആരും നിൽക്കരുത്. കയ്യിലുള്ളത് അല്ലെങ്കിൽ വീട്ടിലുള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിലവിൽ കൂറകൾ
താരമാകും. വെടിപ്പുരയുടെ തീയണയ്ക്കുവാൻ കേരളത്തിലെ സകല ഫയർ എഞ്ചിനുകളും തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തീയണയ്ക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടുതൽ പരിക്കേറ്റവരുടെ വിശദാംശങ്ങളുമായി നാളെ വീണ്ടും കാണാം. കോരപ്പൻ പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ ഗുഡ് ബൈ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ ആമേൻ ആമേൻ. മതിയോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.